കാനഡയിൽ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ദൈനംദിന ജീവിത ചെലവ് പ്രതിസന്ധിയിൽ കഴിയുന്ന കനേഡിയൻകാർക്ക് ആശ്വാസമായി ജസ്റ്റിൻ ട്രൂഡോ ഇക്കാര്യം പ്രഖ്യാപിച്ചു. കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പലചരക്ക് സാധനങ്ങൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, മദ്യം, ക്രിസ്മസ് ട്രീ എന്നിവയുൾപ്പെടെയുള്ള നിരവധി ഇനങ്ങളുടെ വിൽപ്പനാ നികുതി വെട്ടിക്കുറച്ചു. കൂടാതെ ഇതുവഴി 1,50,000 സമ്പാദിച്ച 18.7 ദശലക്ഷം ആളുകൾക്ക് ചെക്കുകൾ അയക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള വർദ്ധിച്ചു വരുന്ന ചിലവുകൾ ലഘൂകരിക്കാനുള്ള നടപടികളാണ് പ്രഖ്യാപിച്ചത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ജീവിത ചെലവ് പ്രതിസന്ധിയുമായി കനേഡിയന്മാർ മല്ലിടുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ തുക ഒരു സാധാരണക്കാരന് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ വലിയ തുക വെട്ടിക്കുറയ്ക്കണമെന്ന ആവശ്യം ഏറെക്കാലമായുള്ള കനേഡിയൻ ജനതയുടെ ആവശ്യമായിരുന്നു. കൂടാതെ പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ട്രൂഡോയെ ഇത് കൂടുതൽ അസന്തുഷ്ടരാക്കുന്നുവെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. കനേഡിയന്മാർക്ക് നികുതി ഇളവ് ലഭിക്കുന്നു. കൂടാതെ ഡിസംബർ 14 മുതൽ പലചരക്ക് സാധനങ്ങൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, മറ്റ് ആവശ്യ വസ്തുക്കൾ എന്നിവ നികുതിരഹിതമാക്കുന്നതിന് തങ്ങൾ കൂടെയുണ്ടെന്നും 2 മാസത്തേക്ക് GST, HST എന്നിവ താൽക്കാലികമായി നിർത്തുന്നുവെന്നാണ് അദ്ദേഹം അറിയിച്ചത്. കനേഡിയൻ പ്രവിശ്യകളിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഫെഡറൽ, പ്രൊവിൻഷ്യൽ നികുതികളുടെ സംയോജനമാണ് HST അല്ലെങ്കിൽ ഹാർമണൈസ്ഡ് സെയിൽസ് ടാക്സ്. അതേസമയം 2025 ഏപ്രിലിൽ എത്തിച്ചേരുന്ന വർക്കിംഗ് കനേഡിയൻ റിബേറ്റ് സ്കീമിന് കീഴിൽ തന്റെ ലിബറൽ ഗവൺമെന്റ് $250 കനേഡിയൻ 18.7 ദശലക്ഷം ആളുകൾക്ക് ഒറ്റത്തവണ ചെക്കുകൾ അയക്കുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. സർക്കാർ പ്രസ്താവന പ്രകാരം ഫെഡറൽ ചരക്ക് സേവന നികുതി ഇളവ് ഡിസംബർ 14 ആരംഭിച്ച് 2025 ഫെബ്രുവരി 15 അവസാനിക്കുക. തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ, റെസ്റ്റോറന്റ് ഭക്ഷണങ്ങൾ, ലഘുഭക്ഷണങ്ങൾ, മദ്യം, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഡയപ്പറുകൾ, കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ, പത്രങ്ങൾ, ക്രിസ്മസ് ട്രീ തുടങ്ങി നിരവധി ഇനങ്ങൾക്ക് നികുതി ഇളവ് ബാധകമാണ്. ടൊറന്റോയിൽ ഒരു പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കൂടാതെ 2 മാസത്തേക്ക് കനേഡിയന്മാർക്ക് ഒരു യഥാർത്ഥ ഇടവേള ലഭിക്കുമെന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നമ്മുടെ സർക്കാരിന് ചെക്കൗട്ടിൽ വില നിശ്ചയിക്കാൻ കഴിയില്ല എന്നും, പക്ഷെ നമുക്ക് ജനങ്ങളുടെ പോക്കറ്റിൽ കൂടുതൽ പണം നിക്ഷേപിക്കാം. അത് ആളുകൾക്ക് ആവശ്യമായ ആശ്വാസം നൽകുമെന്നും ഇപ്പോൾ പ്രതിസന്ധിയിലായ ആളുകളെ രക്ഷിക്കാൻ സർക്കാരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ കൺസർവേറ്റീവ് നേതാവ് പിയറി പോയിലിവ്രെ ട്രൂഡോയുടെ പദ്ധതിയെ അപലപിക്കുകയും നടപടികളെ 2 മാസത്തെ താൽക്കാലിക നികുതി തന്ത്രമെന്ന് വിളിക്കുകയും ചെയ്തു. കൂടാതെ ഇത് അടുത്ത വർഷം ആദ്യം വർദ്ധിപ്പിക്കാൻ പോകുന്ന കാർബൺ നികുതികൾ നികുത്തുകയില്ല. ഭവന ചെലവ് ഇരട്ടിയായി, ഫുഡ് ബാങ്ക് ഉപയോഗം കുതിച്ചുയർന്നു. ഫെഡറൽ കാർബൺ നികുതി ട്രൂഡോയുടെ നേതൃത്വത്തിൽ ആളുകൾക്ക് അവരുടെ വീടുകൾ ചൂടാക്കുന്നത് കൂടുതൽ ചെലവേറിയതാകുന്നുവെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പുകളിലും സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളിലെ 2 തോൽവികൾക്കും ശേഷം സർക്കാർ നിരന്തരമായ ജനപ്രീതി ആർജിച്ച സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ സാമ്പത്തിക നടപടികൾ.